അപ്പർ കുട്ടനാട്ടിലെ ജലോത്സവ പ്രേമികൾക്ക് ആവേശം പകരാൻ ആർപ്പൂക്കര ചുണ്ടൻ ഒരുങ്ങുന്നു. ചുണ്ടന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്കെത്തി. ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ എന്ന പേരും പണിതീരുന്നതോടെ ആർപ്പൂക്കര ചുണ്ടന് ലഭിക്കും. മാസങ്ങൾക്ക് മുൻപാണ് പുളിക്കുത്ത് കർമ്മം മുഖ്യതച്ചൻ സാബു നാരായണൻ ആചാര്യ നിർവഹിച്ചത്. അന്നു മുതൽ ആരംഭിച്ച നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പണി പൂർത്തിയാകുമ്പോൾ ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടനാകും ആർപ്പൂക്കര ചുണ്ടൻ. വിവിധ സ്ഥലങ്ങളിലുള്ള വിവിധ ജില്ലകളിലുള്ള ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടിയാണ് നമ്മൾ വള്ളം നിർമ്മിക്കുന്നത്. ജനകീയമായ പങ്കാളിത്തമുണ്ട്, നല്ല കൂട്ടായ്മയാണ്. പിന്നെ കുറേ ആളുകളെ സെലക്ട് ചെയ്തിട്ട് ആ ആളുകളുടെ ഉത്തരവാദിത്തത്തിലാണ് നിർമ്മാണം നടക്കുന്നത്. നിർമ്മാണത്തിന് 60 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. നാട്ടുകാരും പ്രവാസികളും വള്ളം നിർമ്മാണത്തിൽ സഹകരിക്കുന്നുണ്ട്. 250 കുടുംബങ്ങൾക്ക് ചുണ്ടൻ വള്ളസമിതിയിൽ ഷെയറുണ്ട്. നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ആർപ്പൂക്കര ചുണ്ടൻ. സാധാരണക്കാരായ കൂലിപ്പണിക്കാർ മുതൽ പ്രവാസികൾ മുതൽ വള്ളംകളിയെ സ്നേഹിക്കുന്ന ആളുകളുടെ എല്ലാവരും ഒരു കൂട്ടായ്മയാണ് ആർപ്പൂക്കര ചുണ്ടൻ. ഇത്തവണത്തെ നെഹ്റു ട്രോഫിയിൽ പങ്കെടുത്ത് കോട്ടയം ജില്ലയിലേക്ക് കപ്പ് കൊണ്ടുവരാനാണ് ആർപ്പൂക്കരക്കാരുടെ തീരുമാനം. ആർപ്പൂക്കര ചുണ്ടലിലൂടെ അത് സാധിക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇതിനോടകം തന്നെ ടീമിനെ സജ്ജമാക്കുന്ന നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.